പുലിയുടെ സാന്നിധ്യം സംശയിക്കുന്ന കോഴിക്കോട് കൊടിയത്തൂർ പഞ്ചായത്തിലെ തോട്ടുമുക്കത്ത് 2 ക്യാമറ കെണി സ്ഥാപിച്ചു. അജ്ഞാത ജീവി നായയെ കൊന്ന മാടാമ്പി കാക്കനാട് മാത്യുവിന്റെ വീട്ടിനു മുന്നിലും പരിസരത്തിലുമാണ് ക്യാമറകൾ സ്ഥാപിച്ചത്. ആവശ്യമെങ്കിൽ കൂട് വയ്ക്കുമെന്ന് ലിൻഡോ ജോസഫ് MLA വ്യക്തമാക്കി. ആക്രമണ രീതി പുലിയുടേതിന് സമാനമെങ്കിലും ജീവി ഏതാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് വനംവകുപ്പ് അധികൃതരും വ്യക്തമാക്കി. നമ്മൾ ഇവിടെ സ്പോട്ട് സന്ദർശിച്ചിട്ടുണ്ട്. ഈ ടെറൈൻ റോക്കിയാണ്, അതുകൊണ്ട് നമുക്ക് കാലടയാളങ്ങളൊന്നും അത്ര ക്ലിയർ ആയി കിട്ടിയില്ല. എന്തായാലും ഡോഗിന്റെ ഹെഡ് ബാക്കിയുണ്ട്. അപ്പോൾ അത് ലെഫ്റ്റ് ഓവർ റിമൈൻസ് കഴിക്കാൻ വരുമെന്ന പ്രതീക്ഷയിൽ 2 ക്യാമറ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 1-2 ഡേയ്സ് നമ്മൾ വെയിറ്റ് ചെയ്യട്ടെ, എന്നിട്ട് നോക്കാം. കൊടിയത്തൂർ പഞ്ചായത്തിന്റെ 6ാം വാർഡായ തോട്ടുമുക്കം മാടമ്പിയിൽ മാത്യുവിന്റെ വീടിന് മുറ്റത്ത് കെട്ടിയിരുന്ന തെരുവുനായയാണ് അജ്ഞാത ജീവി കടിച്ചുകൊന്നത്. നായയുടെ തല മാത്രമായിരുന്നു ബാക്കിയുണ്ടായിരുന്നത്. ആക്രമണ രീതി വെച്ച് പുലിയാണെന്ന സംശയത്തിലാണ് നാട്ടുകാരുള്ളത്. പിന്നാലെയാണ് വനം വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി വൈകുന്നേരത്തോടെ ക്യാമറ സ്ഥാപിച്ചത്. പുലിയാണെന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ലെന്ന് വനം വകുപ്പ് അധികൃതർ വ്യക്തമാക്കി. നിലവിൽ നമുക്ക് അങ്ങനെ വന്യജീവി ഏതാണെന്നുള്ളത് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കാരണം നിലവിൽ ഈ പാറയായതുകൊണ്ട് നമുക്ക് പക്മാർക്കുകളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഇവിടെ ഒരു ലിഫ്റ്റിംഗ് നടന്നിട്ടുണ്ട്. പട്ടിയെ കടിച്ച് മുറിച്ച് ഭാഗം മാത്രമേ ഇവിടെ ഉള്ളൂ. ബാക്കിയുള്ള ഭാഗങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. സ്റ്റാഫ് ഭാഗങ്ങളൊക്കെ പരിശോധന നടത്തി. കാൽപ്പാടുകളും മറ്റൊന്നും കിട്ടിയിട്ടില്ല. മറ്റേ കാഷ്ടങ്ങളൊന്നും കണ്ടിട്ടില്ല. നമുക്ക് സാധാരണ ലിഫ്റ്റിംഗ് രീതിയിൽ അങ്ങനെ ഒരു വലിയ ജീവിയായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. കാരണം പട്ടിയെ എടുത്തുകൊണ്ടുകൊണ്ട് പുലിയുടെ ഒരു ലിഫ്റ്റിംഗ് രീതി ഉണ്ട് അതിൽ. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയില്ല. വെറ്റിനറി ഡോക്ടർ അരുൺ സത്യന്റെ നേതൃത്വത്തിലുള്ള RRT സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. പാറപ്രദേശമായതിനാൽ തന്നെ ജീവിയുടെ കാൽപ്പാടുകളോ മറ്റ് അവശിഷ്ടങ്ങളോ കണ്ടെത്താനായില്ല. ഈ സാഹചര്യത്തിലാണ് കൊടിയത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ബാബു, മെമ്പറായ ആയിഷ ചേലപ്പുറത്ത്, ബാബു പൊലുകുന്ന് എന്നിവരുടെ സാന്നിധ്യത്തിൽ 2 360 ഡിഗ്രി ക്യാമറകൾ സ്ഥാപിച്ചത്. ആവശ്യമെങ്കിൽ പ്രദേശത്ത് കൂടുവെക്കാൻ സംവിധാനമൊരുക്കുമെന്ന് ലിൻഡോ ജോസഫ് MLA പറഞ്ഞു. പുലിയെന്ന് സംശയിക്കാവുന്ന ഒരു ജീവിയാണ് എന്നുള്ളതാണ് പ്രാഥമികമായ വിവരം. കൂടുതൽ പരിശോധന നടത്തി ആവശ്യമായ എല്ലാ നടപടികളും വളരെ വേഗത്തിൽ സ്വീകരിക്കും. കൂടുവെക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ വളരെ വേഗത്തിൽ സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ പ്രകാരം SOP പ്രകാരമുള്ള നടപടികൾ പൂർത്തീകരിച്ച് കൂട് സ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആക്രമണം നടത്തിയ ജീവി ഏതാണെന്ന് കൃത്യമായി സ്ഥിരീകരിക്കാത്തതിന്റെ ആശങ്കയിലാണ് പ്രദേശവാസികളുള്ളത്. നാളെയും വനം വകുപ്പ് പരിശോധന തുടരും. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.